You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് മിനി ഊട്ടിയിലേക്കാണ്. മിനി ഊട്ടിയിലെ മിസ്റ്ററി ഗ്രീൻ ഹിൽ പാർക്ക് ആൻഡ് റിസോർട്ട് എന്ന സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മിനി ഊട്ടിക്കുള്ള യാത്രാമധ്യേ അതിമനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു ഇത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയുമാണ് കാണുന്നത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മിസ്റ്ററി ഗ്രീൻ ഹിൽസിൻ്റെ പ്രവേശന കവാടം ആണിത്. 50 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുക ഇത്തരമൊരു നടപ്പാതയാണ്. വളരെ മനോഹരമായി തന്നെയാണ് ഇവിടം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ മിസ്റ്ററി ഗ്രീൻ ഹിൽസിൻ്റെ ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഇത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രകൃതി പച്ചപ്പണിഞ്ഞ് അതിസുന്ദരിയായി ആകാശം മുട്ടി നിൽക്കുന്ന അതിമനോഹര കാഴ്ച. നിമിഷ നേരങ്ങൾ കൊണ്ട് മാറിമറിയുന്ന അന്തരീക്ഷം. ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടേതായ കുറച്ചു നിമിഷങ്ങൾ വേണമെന്ന് തോന്നുന്നവർക്ക് വരാൻ പറ്റിയ ഒരു നല്ല ഇടം തന്നെയാണ് ഈ മിസ്റ്ററി ഗ്രീൻ ഹിൽസ് പാർക്ക് ആൻഡ് റിസോർട്ട്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ഈ സൂം ചെയ്ത് കാണിക്കുന്ന ഭാഗമാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ വരുന്ന ഭാഗം. ഈ ഫോണിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് അറിയില്ല. നേരിട്ട് നല്ല ഒരു ഭംഗി തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പൂർണ്ണമായും റൺവേ പൂർണ്ണമായും കാണാൻ സാധിക്കും. ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 12-12:30 ആ ഒരു സമയത്താണ് എത്തിയത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി. ഫ്ലൈറ്റുകൾ വരുന്നതും കണ്ടില്ല, പോകുന്നതും കാണാൻ സാധിച്ചില്ല. എങ്കിലും കുറച്ചു നേരം ഇവിടെ സമയം ചെലവഴിച്ചു. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദൂരയിലേക്ക് നോക്കിയിരിക്കാൻ വളരെ രസമാണ്. വേറൊരു വൈബ് തന്നെയാണ് ഇവിടെ വന്നാൽ. ഇത് തന്നെയാണ് ഈ റിസോർട്ടിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങോട്ടേക്ക് റൂം ബുക്ക് ചെയ്യാനൊക്കെ വരുന്നവർ ആദ്യമേ ബുക്ക് ചെയ്ത് അവരെ ഡേറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അല്ലാതെ നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് റൂം ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. പാർക്കിലേക്കും റിസോർട്ടിൻ്റെ കാഴ്ചകളും കാണാൻ വരുന്നവർക്ക് എല്ലായിടത്തും പ്രവേശനം ഇല്ല. ഇത് ഒരു റിസോർട്ടും പാർക്കും കൂടിയാണെങ്കിലും റിസോർട്ടിൽ താമസക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെയാണ് പാർക്കിലേക്ക് വരുന്ന ആളുകളുടെ എൻട്രി ക്രമീകരിച്ചിരിക്കുന്നത്. പാർക്കിലേക്ക് വരുന്നവർക്കും റിസോർട്ടിലേക്ക് വരുന്നവർക്കും ചെറിയ തോതിൽ ലഘുവായ ഭക്ഷണം ലഭിക്കുന്നതിനും മറ്റും ചെറിയ ഷോപ്പുകൾ ഇതിൽ ഉള്ളിൽ തന്നെ ലഭ്യമാണ്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുമുള്ള സജ്ജീകരണങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് ഉള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ, ഓപ്പൺ സ്റ്റേജ് പോലെ ഒരു സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ പല ഭാഗത്തു നിന്ന് താഴോട്ട് നോക്കുമ്പോൾ പല ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റിസോർട്ടിൽ ബബിൾ വില്ലകൾ ലഭ്യമാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇത് കാണാനിടയായി. ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായി കുറച്ച് പ്ലേ ഏരിയകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സംഗതികൾ മാത്രമേ ഇവിടെ കാണാൻ സാധിച്ചു. പാർക്ക് എന്ന പേരിന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് ആരും ഇങ്ങോട്ടേക്ക് പോവണ്ട. മിനി ഊട്ടിയുടെ പ്രകൃതി സൗന്ദര്യം ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഈ റിസോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. റിസോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത്
കയറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു പ്ലേ ഏരിയയാണ്. നേരത്തെ കണ്ടതുമായ ഏരിയകൾ മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാനായി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ പാർക്ക് എന്നൊക്കെ വിളിക്കാമോ എന്ന് തന്നെ സംശയമാണ്. 50 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഇത്ര കാഴ്ചകൾ മാത്രമേ മേലെ ഭാഗത്ത് കാണാനുള്ളൂ. പ്രവേശന കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോറസ്റ്റിൽ ഹട്ടിലെ കാഴ്ചകൾ ഞാൻ ഇനി കാണാൻ പോകുന്ന വഴിക്ക് ടോയ്ലറ്റുകൾ സെറ്റ് ചെയ്തതായി കണ്ടു. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ സൈഡിലൂടെ വേണം സ്റ്റെപ്പുകൾ ഇറങ്ങി ഫോറസ്റ്റിലേക്ക് എത്തിപ്പെടാൻ. പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ ചെന്നപ്പോൾ നിരാശയാണ് ഉണ്ടായത്. ഇനി ഏതായാലും ഈ ഫോറസ്റ്റിലെ ചെറിയ മരത്തിലെ ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ട് എന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. അതും കൂടി ഒന്ന് കാണാലോ എന്ന് കരുതി അതിൻ്റെ സ്റ്റെപ്പുകൾ പതിയെ ഞാൻ താഴേക്ക് നടന്നിറങ്ങി. തരക്കേടില്ലാത്ത ഒരു ആംബിയൻസ് തന്നെയായിരുന്നു ഇവിടം. ഒരു കാടിനുള്ളിൽ വീട് കെട്ടി താമസിക്കുന്ന ഒരു പ്രതീതി. മുകളിലത്തെ കാഴ്ചകൾ കണ്ട് നിരാശപ്പെട്ട് മടങ്ങിയിരുന്നെങ്കിൽ ഈ കാഴ്ച കാണാൻ സാധിക്കില്ലായിരുന്നു. താഴോട്ട് ഇറങ്ങിച്ചെല്ലുന്നതോടും കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ കാണാതെ പോയിരുന്നെങ്കിൽ നഷ്ടമായേനെ. അത്രക്കും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഈ കാണുന്നതാണ് ഹട്ട്. ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും അടങ്ങുന്നതാണ് ഈ കാട്ടിനുള്ളിലെ ഹട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കപ്പിളായി വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു നല്ല ഏരിയ തന്നെയാണ് ഇത്. ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കാട്ടിനുള്ളിലെ ഈ ഹട്ടുകൾ തിരഞ്ഞെടുക്കാം. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പിന്നെയും താഴോട്ട് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഇറങ്ങുന്ന വഴിയിലെല്ലാം ഈ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ 2 ഹട്ട് മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൂടുതലായും സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കാൻ ചെറിയ ഇരിപ്പിടങ്ങളും ചെറിയ റെസ്റ്റ് ഹൗസുകളുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ ഇത് തന്നെയാണ്. ഈ കാടിനുള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത ഈ ഹട്ടിലെ കാഴ്ചകൾ തന്നെയാണ് ഏറ്റവും അതിമനോഹരമായി എനിക്ക് തോന്നിയത്. ഏതായാലും വന്നതല്ലേ, ഏതായാലും ഇതിൻ്റെ ഏറ്റവും താഴ്വാരം വരെ ഒന്ന് പോവാമെന്ന് കരുതി വീണ്ടും നടന്നുകൊണ്ടിരുന്നു. ഏറ്റവും താഴ്ഭാഗത്ത് 2 റെസ്റ്റ് ഹൗസുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് ഇടത് ഭാഗത്തും ഒന്ന് വലത് ഭാഗത്തും. ഇടത് ഭാഗത്തെ റെസ്റ്റ് ഹൗസിൽ ഒരു കപ്പിൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചില്ല. ഏറ്റവും താഴെയുള്ള റെസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത്. അവിടെ നിന്നുള്ള താഴ്വാരത്തേക്കുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. വെയിൽ വന്നു പതിക്കുന്ന ഭാഗം വേറൊരു ഭംഗിയും വെയിൽ ഇല്ലാത്ത ഭാഗം വേറൊരു ഭംഗിയുമായി വേറിട്ട് നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച. ഭൂമിയിലേക്ക് മേഘങ്ങൾ ഇറങ്ങി വരുന്ന അതിമനോഹരമായ കാഴ്ച ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുമെന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. കുറച്ചു നേരം ആ കാഴ്ചകൾ കണ്ടു നിന്ന് ഞാൻ മടങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങി വന്നതുപോലെ അത്ര എളുപ്പമല്ല മുകളിലോട്ട് കയറുക എന്നത്. വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെ ആയിരുന്നു. മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. ആ CCTV സംരക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ച ആ കൂട്ടിനുള്ളിൽ ഒരു അണ്ണാൻ കൂട് കൂട്ടിയിരിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ അതിൽ ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അത് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. ഇതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ഇറങ്ങിച്ചെന്നാലാണ് 2ാമത്തെ ഹട്ട് കാണാൻ കഴിയുക. ആ കാണുന്നതാണ് 2ാമത്തെ ഹട്ട്. കുറച്ചുകൂടി അടുത്തു നിന്ന് കാണാനായി ഞാൻ ആ ഹട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഈ കാണുന്നതാണ് ആ ഹട്ട്. ഒന്നും കൂടി പ്രൈവസി ഉള്ളതായി ഈ ഒരു ഹട്ടിന് എനിക്ക് തോന്നി. ഹട്ടിൻ്റെ കാഴ്ചകൾ കണ്ട് ഞാൻ മുകളിലോട്ട് നടന്നു. കാടിൻ്റെ പേടിപ്പെടുത്തുന്ന നിശബ്ദത വളരെ ഭയാനകമായി എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തു. പകൽ തന്നെ ഇവിടെ നിൽക്കാൻ പേടിയാവുന്നു. രാത്രി ഇവിടെ നിൽക്കുന്ന കാര്യം ഓർത്തപ്പോൾ മിസ്റ്റി ഗ്രീൻ ഹിൽസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. You are watching Malabar Safari.